ആ ഒരു വെണ്ടക്കലോർത്തിൻ്റെ വീഡിയോ ഒന്ന് ചെയ്ത് കാണിക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് മിക്കവാറും മെസ്സേജും കമൻറ്റും ഒക്കെ വരലുണ്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചേ ഇന്നിപ്പോൾ എന്തായാലും എനിക്ക് ഉച്ചയ്ക്ക് വെണ്ടയ്ക്ക ഉണ്ട് എങ്കിൽ പിന്നെ അതിൻ്റെ വീഡിയോ അങ്ങോട്ട് എടുത്ത് കളയാതെ ഓർത്ത്. പിന്നെ ഉണ്ടല്ലോ നമുക്ക് ആ നാട്ടിൽ കിട്ടുന്ന വെണ്ടയ്ക്കയും ഇവിടെ കിട്ടുന്ന വെണ്ടയ്ക്കയും രണ്ടിൻ്റെ ടേസ്റ്റ് രണ്ടാണ് കേട്ടോ. ഇനി നമ്മൾ ആ വെണ്ടയ്ക്ക മേടിക്കുന്ന സമയത്തുണ്ടല്ലോ അതാ ഇതേപോലെ തന്നെ കട്ട് ചെയ്ത് നോക്കണം കേട്ടോ. നല്ല സുഖമായിട്ട് കട്ടാവുണ്ടെങ്കിൽ നമ്മളുടെ വെണ്ടയ്ക്ക നല്ല പെർഫെക്റ്റ് പാകമാണ്. ഇനി വെണ്ടയ്ക്ക അരിഞ്ഞെടുക്കുന്ന സമയത്തുണ്ടല്ലോ ഒരുപാട് പൊടിയായിട്ട് അരിഞ്ഞെടുക്കരുത് കേട്ടോ. അപ്പോഴാണ് ഇങ്ങനെ ഈ ഒരു കുഴ പാകത്തിലൊക്കെ വരുന്നത്. പിന്നെ ഇത് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് പുഴു എന്ന് പറയാൻ ആണ്ടോട് കുഞ്ഞപ്പനൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് അതൊക്കെ നമ്മൾ തന്നെ നോക്കണം. ഇനി ഒരു സവാളയും വേണം കേട്ടോ. ചെറിയുള്ളി ആയാലും മതി, കുഴപ്പമൊന്നുമില്ല. ഇനി ഒരു പാനിലെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് ആദ്യം നമ്മൾ സവാള ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. അതിൻ്റെ പുറകെ മഞ്ഞൾപ്പൊടി, ചതച്ചമുളക്, ഉപ്പാട്ട ചേർത്ത് കൊടുത്തിരിക്കണേ. ഇതിൻ്റെ അകത്തേക്ക് ചതച്ചമുളകിന് പകരമായിട്ടേ പച്ചമുളക് ചേർത്താലും നല്ലതാ. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മളുടെ ആ ഒരു വെണ്ടയ്ക്ക് കുറച്ച് കറിവേപ്പിലോട് ചേർത്തിട്ട് നല്ലോണം നട്ട് മിക്സ് ചെയ്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചോളൂ കേട്ടോ. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കൊന്നും വേണ്ട. ഒരു 5-6 മിനിറ്റ് കൂടുമ്പോൾ ജസ്റ്റ് ഒന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക, അത്രയും മതി. പിന്നെ ഇത് വേവിക്കാൻ വേണ്ടിയിട്ടേ അടച്ചൊന്നും വെക്കൊന്നും വേണ്ടിട്ടാ, ഇതിങ്ങനെ തുറന്നു ഇരുന്നോട്ടെ. ചിലവരുണ്ടല്ലോ ആ ഒരു പശപ്പ് മാറാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറുനാരങ്ങയുടെ നീരോ അല്ലെങ്കിൽ ഒരു ഇത്തിരി വിനാഗിരിയോ ഒക്കെ ചേർക്കും. അതങ്ങനെ ചേർത്തുന്നോർത്ത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഉണ്ടല്ലോ ഈ വെണ്ടയ്ക്ക ആയതുകൊണ്ട് തന്നെ പുളി വേഗം കയറി പിടിക്കും. ആ ഒരു വെണ്ടയ്ക്കൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്കപ്പോൾ കിട്ടൂല. പിന്നെ വെള്ളിയാഴ്ചയൊക്കെ ആകുമ്പോൾ ഒരു ഇത്തിരി ഇറച്ചിച്ചോവ നമുക്ക് വേണമല്ലോ അല്ലേ. അപ്പോൾ സൈഡിലെ ഇന്നലത്തെ ബാക്കിയാട്ടോ അത്. ആ മട്ടൻ കറി പിന്നെ അച്ചാറും മോരാണ്. ആ മോരിൽ സവാളയും പച്ചമുളകും മാത്രം ഇട്ടിട്ടുള്ളൂ കേട്ടോ.